നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് വിറ്റാമിൻ ഡി. പൊതുവേ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, പലർക്കും ഈ വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടാവാറുണ്ട്. അപ്പം ചിലവർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് എത്ര നേരം ഈ ഒരു സൂര്യപ്രകാശം നമ്മൾ കൊള്ളണം എന്നുള്ളത്. അപ്പം ചില പഠനങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട്, വിറ്റാമിൻ ഡി ആയിട്ട് നമ്മുടെ ഈ ഒരു മാനസികാവസ്ഥയും തമ്മിൽ വിറ്റാമിൻ ഡി കുറയുന്നത് വഴി നമ്മുടെ മാനസികാവസ്ഥയിൽ കുറേ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നൊക്കെ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു വിറ്റാമിൻ ഡി കുറവുള്ളത് നമുക്ക് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി കെ ആർ, ക്യൂൻബി ഹെൽത്ത് കെയർ താമരശ്ശേരിയിലെ മെഡിക്കൽ ഓഫീസറാണ്. നമ്മുടെ ശരീരത്തിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ നല്ല രീതിക്ക് നടക്കാനും അതേപോലെ തന്നെ നമ്മുടെ വളർച്ചയ്ക്കുമായിട്ട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ് വിറ്റാമിൻ ഡി. ഈ വിറ്റാമിൻ ഡി ഒരു ഹോർമോണാണ്, അതേപോലെ തന്നെ വിറ്റാമിൻ ആയിട്ടും നമ്മൾ കണക്കാക്കാറുണ്ട്. ഇവ കൊഴുപ്പിൽ അലിയുന്നവയാണ്. അപ്പോൾ പൊതുവേ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, പലർക്കും ഈ വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടാവാറുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു വിറ്റാമിൻ ഡി കുറവുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഇരുണ്ട നിറമുള്ളവരിലാണ് ഇത് കാണുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ സ്കിന്നിൻ്റെ ആ ഒരു കളറ് ഇരുണ്ടതാവുന്നത് വഴി മെലാനിൻ്റെ അളവ് കൂടും. അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് കുറയാം. രണ്ടാമതായിട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ തന്നെ വിറ്റാമിൻ ഡി ഏൽക്കുന്നത് കുറയുന്നത് കൊണ്ട്. ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ ജോലി ചെയ്യുകയാണ്, വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ്, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്ത് പോയാലും നമ്മൾ സൂര്യപ്രകാശം കിട്ടാത്ത രീതിക്ക് നമ്മളുടെ ശരീരമൊക്കെ നമ്മൾ മറച്ച് അല്ലേ, വസ്ത്രം ഉപയോഗിച്ച് മറയ്ക്കുകയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള ആ ഒരു വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കിട്ടത്തില്ല. മൂന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ പ്രായത്തിൻ്റെ കാരണമാണ്. അതായത് ഇപ്പോൾ നമ്മൾ വയസ്സ് കൂടുന്തോറും ഈ ഒരു വിറ്റാമിൻ ഡിനെ ആഗിരണം ചെയ്യാനുള്ളൊരു കഴിവ് എന്ന് പറയുന്നത് കുറയും. അതേപോലെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, വൃക്കരോഗങ്ങളോ മറ്റ് അസുഖങ്ങളോ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരിലും ഇതേപോലെ ഈ വിറ്റാമിൻ ഡിയുടെ ഒരു കുറവുണ്ടാകാം. അതല്ലെങ്കിൽ പോഷകക്കുറവ് വഴി നമുക്കുണ്ടാകാം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നും നല്ല രീതിക്ക് ഈ ഒരു വിറ്റാമിൻ ഡി നമ്മുടെ ശരീരം വലിച്ചെടുക്കുന്നില്ലെങ്കിലും കാലക്രമേണ എന്ത് ചെയ്യാം, ഈ ഒരു വിറ്റാമിൻ ഡിയുടെ ഒരു ഡെഫിഷ്യൻസി നമുക്ക് കാണുന്നതാണ്. അതേപോലെ നമ്മുടെ ദഹനശേഷി അല്ലെങ്കിൽ ദഹനത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വഴി നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, ആവശ്യത്തിനുള്ള വിറ്റാമിൻസ് കിട്ടാത്തത് കൊണ്ട് വരാം. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അമിതവണ്ണം കൊണ്ടാണ്. അപ്പം അമിതവണ്ണം ഉള്ളവരിൽ നമുക്കറിയാം അല്ലേ, നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് അടിവയറ്റിലൊക്കെ. അപ്പം ഈ ഒരു വിറ്റാമിൻ ഡി കൊഴുപ്പിൽ അലിഞ്ഞിരിക്കുന്നത് കാരണം അല്ലെങ്കിൽ അവിടെ അബ്സോർബ് ചെയ്തിരിക്കുന്നത് കാരണം നമ്മുടെ രക്തത്തിൽ എന്ത് ചെയ്യാം, വിറ്റാമിൻ ഡി കുറഞ്ഞിരിക്കാം. അപ്പം എന്തൊക്കെ ചെയ്താലാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയാലാണ് ഈ ഒരു വിറ്റാമിൻ ഡിയെ നമുക്ക് നല്ലൊരു ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഏതൊക്കെ വഴിയാണ് നമുക്ക് ഭക്ഷണത്തിൽ കൂടെ വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഭക്ഷണങ്ങൾ, അതായത് മത്സ്യങ്ങൾ, ഇപ്പം മത്തി, അയല, ട്യൂണ, സാൽമൺ, ഇവയിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നല്ല രീതിക്ക് വിറ്റാമിൻ ഡി കിട്ടുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള പാലുകൾ, ഓട്ട് മിൽക്കുകൾ അല്ലെങ്കിൽ തൈര്, ഇവയൊക്കെ ഉണ്ട്. ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആർട്ടിഫിഷ്യലായിട്ട് തന്നെ വിറ്റാമിൻ ഡി ഉണ്ട്. അല്ലാതെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞക്കരു, മുട്ടയുടെയൊക്കെ മഞ്ഞക്കരു ഉണ്ട്. ഇതിൽ ഒരുപാടില്ലെങ്കിലും ചെറിയൊരളവിൽ എന്തുണ്ട്, വിറ്റാമിൻ ഡി ഉണ്ട്. അതേപോലെ തന്നെ വിറ്റാമിൻ ഡി അത്യാവശ്യം ഉള്ളതാണ് കോഡ് ലിവർ ഓയിൽ. ഇവ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, വിറ്റാമിൻ ഡി നല്ലൊരു ശതമാനം നമുക്ക് കിട്ടും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ UV പ്രകാശത്തിൽ വളർത്തിയിരിക്കുന്ന കൂണുകളിലാണ്. അപ്പം സസ്യാഹാരികളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കൂണുകളൊക്കെ കഴിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തി എങ്കിൽ പോലും ഇതിനേക്കാൾ കൂടുതൽ നമ്മുടെ ശരീരത്തിലെ വിറ്റാമിൻ ഡി നമുക്ക് കിട്ടുന്നത് സൂര്യപ്രകാശം വഴിയാണ്. അപ്പം ചിലവർക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് എത്ര നേരം ഈ ഒരു സൂര്യപ്രകാശം നമ്മൾ കൊള്ളണം എന്നുള്ളത്. ആഴ്ചയിൽ ഒരു 3-4 ദിവസം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു സൂര്യപ്രകാശം നമ്മൾ കൊള്ളുന്നത് നല്ലതാണ്. അതും ഒരു 10 തൊട്ട് 20 മിനിറ്റ് മതി. സമയം എന്ന് പറയുമ്പോൾ രാവിലെ ഒരു 10 മണിയുടെയും ഉച്ചയ്ക്ക് ഒരു 2 മണിയുടെയും ഇടയിലായിട്ട് വേണം നമ്മൾ ഈ ഒരു സൂര്യപ്രകാശം കൊള്ളാനായിട്ടും. അപ്പം ഇവ വഴി എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് നമുക്ക് വിറ്റാമിൻ ഡി കിട്ടും. പക്ഷേ നമ്മൾ ഇതൊക്കെ ചെയ്താലും, ഇപ്പോൾ പൊതുവേ വിറ്റാമിൻ ഡി കുറവുള്ളവരിലാണെങ്കിൽ എന്തൊക്കെ ചെയ്താലും എന്ത് ചെയ്യില്ല, വിറ്റാമിൻ ഡി നല്ല രീതിക്ക് കൂടത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്കാണ് പൊതുവേ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ സപ്ലിമെൻറ്റ്സ് എടുത്താൽ പോലും ചിലരിൽ എന്തായിരിക്കും, അത് കൂടുന്നതും അതേപോലെ തന്നെ കുറയുകയും ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഡോക്ടറിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം മാത്രം എന്ത് ചെയ്യുക, സപ്ലിമെൻറ്റ്സ് എടുക്കുക ചെയ്യാം. ഇനി ഈ ഒരു വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശരീരം എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ടുള്ളത് നമ്മളെ നടുവേദന അല്ലെങ്കിൽ നമ്മുടെ അസ്ഥികളിലൊക്കെ ഒരു വേദനയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഈ എല്ലുകളിലൊക്കെ അതിന് സാന്ദ്രത വർദ്ധിപ്പിക്കാനും അതേപോലെ ശക്തി കിട്ടാനുമായിട്ട് എല്ലുകളിൽ വേണ്ടത് കാൽഷ്യവും ഫോസ്ഫേറ്റും ഒക്കെയാണ്. ഈ കാൽഷ്യമൊക്കെ നമ്മുടെ ശരീരം വലിച്ചെടുക്കണമെങ്കിൽ വിറ്റാമിൻ ഡി അത്യാവശ്യമാണ്. അപ്പം വിറ്റാമിൻ ഡി കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു കാൽഷ്യവും ഫോസ്ഫറസും ഒക്കെ നല്ല രീതിക്ക് നമ്മുടെ ശരീരം വലിച്ചെടുക്കാതിരിക്കുകയും അതുവഴി നമുക്ക് ഈ ശരീരത്തിൽ എല്ലുകളിലൊക്കെ വേദനയൊക്കെ അനുഭവപ്പെടാം.
അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഉണ്ടാവുന്നതാണ് പേശിവേദന. അപ്പം ഈ ഒരു പേശിവേദന ഉണ്ടാകാനുള്ള കാരണവും ഈ വിറ്റാമിൻ ഡി കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം നല്ല രീതിക്ക് ഉപയോഗിക്കപ്പെടുന്നില്ല. അതുവഴി നമുക്ക് പേശിവേദന ഉണ്ടാകാം. അതേപോലെ തന്നെ നമുക്ക് ചിലപ്പം ജലദോഷം, പനി പോലെ അണുബാധകൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വരാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിറ്റാമിൻ ഡി ആണ് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിനെ തന്നെ നല്ല രീതിക്ക് കൊണ്ടുപോകുന്നത്, നിയന്ത്രിച്ചിട്ട്. അപ്പം വിറ്റാമിൻ ഡി കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചെറിയ അണുക്കൾ കാരണമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് അസുഖങ്ങൾ വരികയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് മുടികൊഴിച്ചിൽ, അതേപോലെ മുറിവുണങ്ങാനുള്ള ബുദ്ധിമുട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം മുടികൊഴിച്ചിലും അതേപോലെ മുറിവുണങ്ങാനുള്ള കാരണവും അത് വൈകുന്നതൊക്കെയും വിറ്റാമിൻ ഡിയുടെ കുറവ് കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അല്ലേ, പ്രമേഹം, അതേപോലെ അമിതവണ്ണം കാരണമോ അതല്ലെങ്കിൽ ഇപ്പം വേറെ ഏതെങ്കിലും വിറ്റാമിൻസിന് ഡെഫിഷ്യൻസി കൊണ്ടോ ഇരുമ്പിൻ്റെ കുറവ് കൊണ്ടോ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ഇതിനൊക്കെ വേണ്ടിയുള്ള മരുന്നുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനസികാവസ്ഥയിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തുന്നതാണ്. അപ്പം ചില പഠനങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട്, വിറ്റാമിൻ ഡി ആയിട്ട് നമ്മുടെ ഈ ഒരു മാനസികാവസ്ഥയും തമ്മിൽ വിറ്റാമിൻ ഡി കുറയുന്നത് വഴി നമ്മുടെ മാനസികാവസ്ഥയിൽ കുറേ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നൊക്കെ. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ വിറ്റാമിൻ ഡി പൊതുവേ കുറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക നമുക്ക് നോക്കാം. അപ്പം അതിനൊരു ഉദാഹരണമാണ് റിക്കറ്റ്സ് എന്ന് പറയുന്ന അസുഖം. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ആ എല്ലുകളെയൊക്കെ വളർച്ചയ്ക്കും ഒക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് കാൽഷ്യം ഒക്കെയാണ് അല്ലേ. ഈ ഒരു കാൽഷ്യം ഉണ്ടാവുന്നത് വിറ്റാമിൻ ഡി വഴിയാണ്. അപ്പം കുട്ടികളുടെ വളർച്ച സമയത്ത് നല്ല രീതിക്ക് ഈ പറയുന്ന കാൽഷ്യവും വൈറ്റമിൻ ഡി ഒക്കെ കിട്ടിയിട്ടില്ലെങ്കിൽ അത് അവരുടെ വളർച്ചയെ തന്നെ ബാധിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഈ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു കാൽഷ്യവും ഫോസ്ഫേറ്റും നമ്മുടെ എല്ലുകളിൽ നല്ല രീതിക്ക് ആഗിരണം ചെയ്യപ്പെടാത്തത് വഴി നമ്മുടെ എല്ലുകൾ മൃദുവാകുകയും അതുവഴി അവയുടെ വളർച്ച തന്നെ കുറയുകയും ചെയ്യുക. ഇതിൽ നമ്മൾ പൊതുവേ കാണുന്ന മറ്റ് ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഉയരം കുറയാം, അതേപോലെ തന്നെ ഈ എല്ലുകളൊക്കെ വളയുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ കുട്ടികൾക്കൊക്കെ പേശിവേദനയും അതേപോലെ തന്നെ അസ്ഥിവേദനകളൊക്കെ കാണുന്നതുമാണ്. ഇനിയിപ്പോൾ മുതിർന്നവരിലാണെങ്കിൽ നമ്മൾ പൊതുവേ കാണുന്നത് ഓസ്റ്റിയോപോറസിസ് ആണ്. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലിൽ ഈ ഒരു കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നത് വഴി നമ്മുടെ എല്ല് പൊട്ടാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അപ്പം ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ പൊതുവെ ഓസ്റ്റിയോപോറസിസ് എന്നുള്ള രീതിക്ക് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അതല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാനോ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി.